നെയ്യാറ്റിൻകരയിലെ ആറാലുംമൂട്ടിൽ ഗൃഹനാഥന്റെ മൃതദേഹം ആരുമറിയാതെ മറവ് ചെയ്ത സംഭവത്തിൽ ദുരൂഹതകൾ വർദ്ധിക്കുകയാണ്. സമാധി ഇരുത്തി എന്ന് മക്കൾ അവകാശപ്പെടുന്ന കല്ലറ പൊളിക്കാൻ അനുവദിക്കില്ലെന്ന നിലപാട് ആവർത്തിക്കുകയാണ് കുടുംബം. സമാധി പൊളിക്കാൻ സമ്മതിക്കില്ലെന്ന ഹിന്ദു ഐക്യവേദിയുടെ നിലപാടാണ് അന്വേഷണത്തിന് തടസ്സമായി നിൽക്കുന്നത്. കല്ലറ പൊളിക്കാൻ സമ്മതിക്കില്ലെന്നാണ് സ്വാമിയുടെ മക്കൾ ആവർത്തിക്കുന്നത്. കൂടിയാലോചിച്ച് തീരുമാനിക്കുമെന്നും മരിച്ച ഗോപൻ സ്വാമിയുടെ മകൻ പറഞ്ഞു. സമാധി പൊളിച്ചാൽ അതിൻ്റെ ശക്തി പോകുമെന്നും ഹിന്ദു വികാരം വ്രണപ്പെടുമെന്നുമാണ് മക്കൾ ആവർത്തിക്കുന്നത്. ഇവരുടെ കടുംപിടുത്തമാണ് സംഭവത്തെ ദുരൂഹമാക്കുന്നത്. നിയമപരമായി പോകണമെന്നാണ് ഹിന്ദു ഐക്യവേദി പറഞ്ഞതെന്നാണ് വിവരം. പോലീസ് നീക്കം തടയാൻ വേണ്ട സജ്ജീകരണങ്ങളാണ് കുടുംബം തയ്യാറാക്കുന്നത്. കല്ലറ പൊളിച്ച് മൃതദേഹം ഡോക്ടർ പരിശോധിച്ചാൽ അത് കളങ്കപ്പെടുമെന്നതിനാലാണ് അനുവദിക്കാതിരുന്നതെന്നാണ് മകൻ പറയുന്നത്. പണം ഞങ്ങൾ തരും. അതേസമയം അതിയന്നൂർ കാവുവിള ഗോപൻ സ്വാമിയുടെ സമാധി പോസ്റ്റർ അച്ചടിച്ചതിലും ദുരൂഹതയെന്ന് പോലീസ് പറയുന്നു. എവിടെ നിന്നാണ് പോസ്റ്റർ തയ്യാറാക്കിയതെന്നതിൽ മക്കൾ വ്യക്തമായ ഉത്തരം നൽകിയില്ലെന്ന് പോലീസ് പറയുന്നു. പോസ്റ്റർ നേരത്തെ തന്നെ തയ്യാറാക്കിയതായും സംശയിക്കുന്നതായി പോലീസ് പറഞ്ഞു. സമാധി തുറക്കുന്നതിൽ ജില്ലാ ഭരണകൂടത്തിൻ്റെ തീരുമാനം ഇന്നുണ്ടാവും. വീട്ടുകാർ ശക്തമായി പ്രതിഷേധിച്ചതോടെ സമാധി പൊളിക്കുന്ന നടപടി താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ്. സമാധി പൊളിക്കുന്നതിനെതിരെ കുടുംബവും ചില സംഘടനാ പ്രവർത്തകരും രംഗത്ത് വരികയായിരുന്നു. സമാധി പൊളിച്ച് വാസ്തവം കണ്ടെത്തണമെന്നാവശ്യപ്പെട്ട് ഒരു വിഭാഗം നാട്ടുകാരും സംഘടിച്ചു. ഇതോടെ നാടകീയ രംഗങ്ങളാണ് ഇന്നലെ സ്ഥലത്ത് അരങ്ങേറിയത്. നടപടിക്കെതിരെ കോടതിയെ സമീപിക്കുമെന്നാണ് ഗോപൻ സ്വാമിയുടെ കുടുംബം അറിയിക്കുന്നത്. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് നെയ്യാറ്റിൻകര ആറാലുംമൂട് സ്വദേശി ഗോപൻ സ്വാമി മരിച്ചത്. മൃതദേഹം വീട്ടുകാർ രഹസ്യമായി സമീപത്തെ കല്ലറയിൽ സംസ്കരിക്കുകയും സമാധിയായതായി അവകാശപ്പെടുകയുമായിരുന്നു. സമാധി ചടങ്ങുകൾ ആരും കാണരുതെന്ന് പിതാവ് നിർദ്ദേശിച്ചിരുന്നതിനാലാണ് രഹസ്യമായി സംസ്കരിച്ചതെന്ന് മക്കൾ വാദിച്ചു. സംഭവത്തിൽ ചില സാമുദായിക സംഘടനാ നേതാക്കൾ കൂടി ഇടപെട്ടതോടെ പ്രദേശത്ത് ഇരുവിഭാഗങ്ങളായി ചേരിതിരിഞ്ഞ് വാക്കുതർക്കവും സംഘർഷവും ഉടലെടുത്തു. സംഘർഷം ഒഴിവാക്കാൻ കല്ലറ പൊളിക്കുന്നത് ഇന്നലെ താൽക്കാലികമായി നിർത്തിവെക്കുകയായിരുന്നു. മരണവിവരം സമീപവാസികളും ബന്ധുക്കളും അറിയുന്നത് സംസ്കാരം നടത്തിയ ശേഷം മക്കൾ പതിച്ച പോസ്റ്ററിലൂടെയായിരുന്നു. സംഭവത്തിൽ നാട്ടുകാർ സംശയം പ്രകടിപ്പിച്ചതോടെ കഴിഞ്ഞ ദിവസം നെയ്യാറ്റിൻകര പോലീസ് കേസെടുത്തു. അയൽവാസിയായ വിശ്വംഭരനാണ് പരാതി നൽകിയത്. പോലീസ് റിപ്പോർട്ടിനെ തുടർന്ന് കളക്ടറാണ് സമാധി പൊളിച്ച് മൃതദേഹം പുറത്തെടുത്ത് പരിശോധിക്കാൻ നിർദ്ദേശിച്ചത്. ഉത്തരവ് നടപ്പാക്കാൻ സബ് കളക്ടർ OV ആൽഫ്രഡിൻ്റെ നേതൃത്വത്തിൽ വലിയ പോലീസ് സന്നാഹം തിങ്കളാഴ്ച രാവിലെ സ്ഥലത്തെത്തി. ഫോറൻസിക് സംഘം ഉൾപ്പെടെ വിദഗ്ധരെത്തി നടപടി തുടങ്ങിയതും പ്രതിഷേധവുമായി വീട്ടുകാർ രംഗത്തെത്തി. ഒപ്പം ചില സംഘടനാ പ്രവർത്തകരും പ്രതിഷേധവുമായി എത്തി. ഇവരും പോലീസുമായി വലിയ വാക്കേറ്റമായി. ബഹളത്തിനിടെ മതസ്പർദ്ധ സൃഷ്ടിക്കുന്ന ചില ആരോപണങ്ങൾ പ്രതിഷേധക്കാർ ഉയർത്തിയതോടെ ചേരിതിരിഞ്ഞ് സംഘർഷമായി. പോലീസ് ഇരുവിഭാഗത്തെയും നീക്കിയതോടെയാണ് പ്രശ്നത്തിന് താൽക്കാലിക ശമനമുണ്ടായത്. ഗോപൻ സ്വാമിയുടെ മക്കളുമായി പോലീസ് പലവട്ടം സംസാരിച്ചെങ്കിലും വഴങ്ങാൻ അവർ തയ്യാറായില്ല. കല്ലറ പൊളിക്കാൻ ഒരു തരത്തിലും അനുവദിക്കില്ലെന്ന നിലപാട് തുടരുകയായിരുന്നു. ഒടുവിൽ സമാധിക്ക് സമീപം കാവൽ ഏർപ്പെടുത്തി പോലീസ് തൽക്കാലത്തേക്ക് പിൻവാങ്ങുകയായിരുന്നു. കളക്ടറുടെ ഉത്തരവ് പ്രകാരമാകും തുടർ നടപടികൾ. സമാധി സ്ഥലം പൊളിക്കുന്ന നടപടികൾ സംബന്ധിച്ച് സ്വാമിയുടെ മക്കൾക്ക് നോട്ടീസും നൽകി. അയൽവാസികൾ പോലും കാണാതെയാണ് ഗോപൻ സ്വാമിയുടെ മൃതദേഹം മക്കൾ നേരത്തെ തയ്യാറാക്കിയ സമാധി പീഠത്തിൽ ഇരുത്തി സ്ലാബിട്ട് മൂടിയത്. ഇത് ഭരണകൂടത്തിൻ്റെ തീരുമാനത്തിനനുസരിച്ചാകും തുടർ നടപടികൾ. അൽസലാമ ഐ ഹോസ്പിറ്റൽ 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി. ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ, എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ. അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.